ഹായ് ഹലോ. ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ലച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. ലച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാർത്തി എന്നത്തെയും പോലെ തന്നെയാണ് ഇന്നും. കാർത്തിക് ഫസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഒരു കരച്ചിൽ കാണും. ലച്ചു കേക്ക് കട്ടിങ്ങിനുള്ള ടേബിളെല്ലാം റെഡിയാക്കുവാണ്. ലച്ചു തനിയെ തന്നെ എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തോണ്ടിരിക്കുവാണ്. അവൾ ആദ്യമേ കേക്ക് കട്ടിങ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, 12 മണിക്ക് എല്ലാവരും വരണം എന്നൊക്കെ. അപ്പം ലച്ചുവിൻ്റെ മാതാവ് എത്തിയിട്ടുണ്ട് കേക്കുമായിട്ട്. കേക്ക് നമുക്ക് നോക്കാം. ലച്ചുവിൻ്റെ പേര് ലയാ സന്തോഷം എന്നാണ്, പക്ഷെ നമ്മൾ ലച്ചു എന്ന് വിളിക്കുന്നത് കൊണ്ട് കേക്കിലും ലച്ചു എന്ന് തന്നെയാണ് നമ്മൾ റൈറ്റിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാർത്തിയും കാശിയും ലച്ചുവും കൂടി കേക്ക് കട്ടിങ്ങിലോട്ട് പോവുകയാണ്. പാട്ടൊക്കെ പാടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയാണ് നിൽക്കുന്നത് രണ്ടുപേരും. കാശി ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേക്ക് കട്ടിങ് ആയതുകൊണ്ട്. കാർത്തിക്ക് പിന്നെ കേക്ക് ഈ കത്തി വെച്ച് കട്ട് ചെയ്യണം എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. കാശി കഴിക്കണം എടുക്ക് എന്നുള്ള രീതിക്കാണ് കാശി നിൽക്കുന്നത്, കൈയൊക്കെ നീട്ടി. കാർത്തി പിന്നെ അവനെ കത്തി മതി കട്ട് ചെയ്യാൻ, അവന് സ്വന്തമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ. കഴിപ്പ് വളരെ കുറവാണ്. പിന്നെ ലച്ചു എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ തന്നു. ലച്ചുവിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡയറി മിൽക്ക്. അപ്പം അതൊക്കെ കൊടുത്തു. ലച്ചു ഹാപ്പിയായി. ഇത് ഞങ്ങൾ ഒരു 12 മണിക്ക് കട്ട് ചെയ്തതാണ് കേക്ക്. ഇനി ഈവനിങ്ങിലൊരു കേക്ക് കട്ടിങ്ങും കൂടി ഉണ്ട്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു. കാശി പ്രത്യേകിച്ച് ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ കാർത്തിക്കും കാശിക്കൊക്കെ കേക്കൊക്കെ കൊടുത്ത് ഞങ്ങളും കേക്കെല്ലാം കഴിച്ചു. ബാക്കി ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി. ഈവനിങ്ങിൽ വേറൊരു കഴിക്കും കൊണ്ടുണ്ട്. നല്ല കേക്കായിരുന്നു. സ്ട്രോബെറി ഫ്ലേവറും ഉണ്ടായിരുന്നു, ഒരു ബ്ലൂബെറിയുടെ ഫ്ലേവറും ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു കേക്ക്. അപ്പോൾ ഇനി ഈവനിങ് കാണാം.